Hi all, KEAM 2021 paper physics in discussion ആണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. So when two sound waves of slightly different frequencies f1 and f2 are sounded together, നിങ്ങൾക്കറിയാം അപ്പോൾ ബീറ്റ് വരും എന്നറിയാം. And that beat frequency is given by the difference of f1 and f2. ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് എഴുതാം 1/f1 - f2 അല്ലെങ്കിൽ f2 - f1. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. 1/f1 - f2 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ്. അത് ബീറ്റ് ഫ്രീക്വൻസിയും ബീറ്റ് ടൈം പീരീഡിൻ്റെയും ഇക്വേഷൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ. നമുക്കറിയാം ഒരു ഡൈപോൾ മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് KP cos θ/r². അവിടെ K എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ദാറ്റ് ഈസ് r⁻² ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കുക, an air capacitor and identical capacitor filled with dielectric medium of dielectric constant 5. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ദ ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് C1 ആൻഡ് C2 റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദ്യം. അതായത് C1ൻ്റെയും C2ൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് C = Q/V ആണ്. അവിടെ Q കോൺസ്റ്റൻ്റ് ആണ്, കാരണം സീരീസ് കണക്ഷനിൽ Q കോൺസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് അർത്ഥം. C proportional to 1/V എന്ന് പറയുമ്പം they are inversely proportional to each other. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കപ്പോൾ എഴുതാം, ദാറ്റ് ഈസ് C1/C2 എന്ന് പറഞ്ഞാൽ V2/V1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഞാനിവിടെ V1/V2 എഴുതാൻ പോവുകയാണ്, ദാറ്റ് ഈസ് C2/C1. C2 എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് ഉള്ള കപ്പാസിറ്ററാണ്. നമുക്കപ്പോൾ അറിയാം ε0 × KA/D ആണ് അവരുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. C1 എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് ഇല്ലാത്തതാണ്. അപ്പോൾ ε0 A/D എന്ന് എഴുതാം. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ എനിക്ക് K എന്ന് ഉത്തരം കിട്ടും. K എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടി V1/V2 = 5 എന്ന് കിട്ടി. ഈ 12 വോൾട്ടേജ് ആണ് രണ്ട് വോൾട്ടേജുകളായി സ്പ്ലിറ്റായി പോയിരിക്കുന്നത്. ദാറ്റ് ഈസ് എനിക്ക് പറയാം V1 + V2 എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. ഇവിടുന്ന് ഞാൻ V1 ഇക്വേഷൻ എഴുതി 5V2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5V2 + V2 = 12 വോൾട്ട്. 6V2 = 12 വോൾട്ട്, അല്ലെങ്കിൽ V2 = 12/6. 12/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 വോൾട്ടാണ്. അപ്പോൾ V2 2 വോൾട്ടും മൊത്തം 12 വോൾട്ടുമാണെങ്കിൽ V1 എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് എന്ന് കിട്ടും. സോ 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ അവിടുത്തെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ K × Q1 Q2/r² ആണ്. ഒന്നാമത്തെ കേസിൽ പ്രോട്ടോൺസിനെയും തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോൺസിനെയുമാണ് തന്നിട്ടുള്ളത്. അവരുടെ ഡിസ്റ്റൻസ് സെയിം ആണ്. നിങ്ങൾക്കറിയാം പ്രോട്ടോണുകളായിക്കോട്ടെ, 2 പ്രോട്ടോണുകളായിക്കോട്ടെ, 2 ഇലക്ട്രോണുകളായിക്കോട്ടെ, ദേ പൊസസ് ദ സെയിം ചാർജ് ആൻഡ് ഡിഫറൻറ്റ് മാസ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മാസിൻ്റെ കാര്യം വരുന്നില്ല. ഇവിടെ ആകെയുള്ളത് എന്താണ്? ചാർജുകൾ ഡിപ്പെൻഡൻസിയാണ് കുളംസ് ലോ പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ചാർജും സെയിം ആണ്, സെപ്പറേഷനും സെയിം ആണെങ്കിൽ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഫോഴ്സും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വെൻ 2 ചാർജസ് ആർ കെപ്റ്റ് ഇൻ എയർ മീഡിയം അറ്റ് സർട്ടൻ ഡിസ്റ്റൻസ് D അപ്പാർട്ട്, ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് F. എയർ എന്ന് പറഞ്ഞാൽ F എന്ന് തന്നിട്ടുണ്ട്. വെൻ ദേ ആർ കെപ്റ്റ് ഇൻ എ ഡൈഇലക്ട്രിക് മീഡിയം അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ദ ഫോഴ്സ്. ഡൈഇലക്ട്രിക് മീഡിയം, അവിടെ ഒരു മീഡിയം വന്നപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F/2 ആണ്. ദെൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ശരിക്കും പറഞ്ഞാൽ മീഡിയത്തിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F എയറിനേക്കാളും 1/K കുറവാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ല. K എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ K കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? F air/F മീഡിയം ചെയ്താൽ മതി. F എയർ എന്ന് പറഞ്ഞാൽ F ആണ്, F മീഡിയം എന്ന് പറഞ്ഞാൽ F/2 ആണ്. 2 മുകളിലേക്ക് പോകും. 2ഉം F ക്യാൻസലായി 2 എന്ന് മാത്രം വരും. 2 എന്ന് മാത്രം പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. സോ മൊബിലിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. റെസിസ്റ്റിവിറ്റി നിങ്ങൾക്കറിയാം, റോയ് നിങ്ങൾക്കറിയാം. റെസിസ്റ്റൻസും ഏരിയയും ലെങ്തും തമ്മിൽ ബന്ധപ്പെടുന്ന ഫാക്ടേഴ്സാണ് റെസിസ്റ്റിവിറ്റിയുടെ കേസിൽ വരുന്നത്. അടുത്തത് കണ്ടക്ടിവിറ്റി ആണ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റി J ആണ്, ദാറ്റ് ഈസ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണ് പഠിച്ചിട്ടുണ്ട്. ഇംപിഡൻസ് നിങ്ങൾക്കറിയാം Z എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റിയാക്റ്റൻസിനെ റെസിസ്റ്റൻസിനാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്, മറക്കരുത്. അടുത്ത് നോക്കാം, എ വീറ്റ്സ്റ്റൺ നെറ്റ്വർക്ക് ഈസ് ബാലൻസ്ഡ് വിത്ത് റെസിസ്റ്റേഴ്സ് 5 ohm 10 ohm 20 ohm 40 ohm. നമുക്ക് നോക്കാം, ഞാനിവിടെ ഒരു 5 ohm എടുത്തു, ഇവിടെ 10 ohm എടുത്തു, ഇവിടെ 20 ohm എടുത്തു, ഇവിടെ 40 ohm എടുത്തു. ഇത് ബാലൻസ്ഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? P/Q = R/S എന്നാണ്. അപ്പോൾ 5 ohm എന്ന് പറഞ്ഞാൽ P ആണ്,
10 ohm എന്ന് പറഞ്ഞാൽ Q ആണ്, 20 ohm എന്ന് പറഞ്ഞാൽ R ഉം ഇത് S ഉമാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം 5/10 ഈസ് ഈക്വൽ ടു 20/40 എന്നാണ്. കറക്റ്റ് അല്ലേ? 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 20/40 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എസ് ആമിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു, 40 ohm റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയേ 40 ohമും 40 ohമും പാരലലാണ്. ഇവരുടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 20 ohms ആയി മാറി. അപ്പോൾ ഇവിടെയും 20 ohms കിട്ടി, ഇവിടെയും എനിക്ക് എഫക്റ്റീവ് 20 ohms കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ P/Q = R/S ഒരു മാറ്റം വന്നു. ഇവിടെ 20/20 എന്നാണ്, ഇവിടെ 20/40 ആയിരുന്നു, അതിപ്പോൾ 20/20 ആയി മാറി. അപ്പോൾ അപ്പുറത്തും അങ്ങനെ തന്നെ വരണം. അപ്പോൾ അതിനു വേണ്ടി ഒന്നെങ്കിൽ 5ലോ 10ലോ മാറ്റം വരുത്തണം, എന്ന് വെച്ചാൽ Pയിലോ Qയിലോ മാറ്റം വരുത്തണം. Pയിലോ Qയിലോ മാറ്റം വരുന്ന ഓപ്ഷൻസ് നോക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ Pയിൽ ഒരു 10 ohm കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, പാരലൽ എടുത്താൽ അവിടെ ഒരു തരത്തിലും 1 വരത്തില്ല. ഈ Qവിൻ്റെ അക്രോസ് ഞാനൊരു 10 ohm കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10ഉം ഈ 10ഉം കൂടെ എന്തായി മാറി? പാരലായി. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ആ 5ഉം ബാലൻസ് അല്ലേ? കാരണം ഇവിടെ എന്താ, മേളിൽ 5 ആണ്, ഇപ്പോൾ താഴെയും എനിക്ക് 5 കിട്ടി. എന്ന് വെച്ചാൽ ഈ കാണുന്ന Q ആമിൻ്റെ അക്രോസ് ഞാനൊരു 10 ohm റെസിസ്റ്റർ കണക്ട് ചെയ്താൽ എനിക്ക് ആക്ച്വലി എന്ത് കിട്ടും? Q ആമിൻ്റെ അക്രോസ് ഒരു 10 ohm റെസിസ്റ്റർ കണക്ട് ചെയ്താൽ എനിക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബാലൻസ് കണ്ടീഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഈക്വൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി നൈസ് ക്വസ്റ്റ്യൻ, നല്ലൊരു ചോദ്യമാണത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് റോങ്ലി ഇൻ എ സീരീസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 4 cells, ഓരോന്നിൻ്റെ EMF 1.45 വോൾട്ട് ആണ്. അങ്ങനെ 4 സെല്ലുകളുണ്ട്. ഓരോരുത്തരുടെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 4 സെല്ലുകളുണ്ടെന്നറിയാം. ഇവർ ചോദിച്ചത് ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്നാണ്. സെല്ലുകളെ റോങ്ലി കണക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരെണ്ണം തിരിച്ചുമാണ് കണക്ട് ചെയ്തതെന്ന് വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരത്തില്ല. എഫക്റ്റീവായിട്ടുള്ള പൊട്ടൻഷ്യലാണ് മാറ്റം വരിക. ഇത് E1 പ്ലസ് ഇത് E2 പ്ലസ് E3, ഇത് -E4 എന്നാണ് വരിക, കാരണം മറ്റേത് നെഗറ്റീവാണ്. പക്ഷേ മറ്റേ കേസിൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ അതിന് മാറ്റമൊന്നും വരുന്നില്ല. റെസിസ്റ്റൻസ് ആഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇവിടെ 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 എന്ന് വെച്ചാൽ 0.5 × 4 എന്ന് വരും. അത് 2 ohm തന്നെയാണ്. 2 ohm എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത കളർ കോഡിംഗ് ആണ്. കളർ കോഡിങ്ങിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് BB റോയ് എഴുതുക എന്നുള്ളതാണ്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്, ഗോൾഡ് സിൽവർ നോ കളർ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ 5%, സിൽവർ 10%, നോ കളർ 20%. B ഫോർ ബ്ലാക്ക് ആണ്. നമ്മൾ ബ്ലാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്പർ എഴുതുക 0 1 2 3 4 5 6 7 8 9. ഇനി ചോദ്യം നോക്കാം. ചോദ്യം നോക്കാം. കാർബൺ റെസിസ്റ്റർ ഈസ് മാർക്ക്ഡ് വിത്ത് റിങ്സ് കളേർഡ്. ബ്ലൂ ആണ് ആദ്യമേ. ഇത് ബ്ലാക്കും ഇത് ബ്രൗണുമാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെയാണ്. അപ്പോൾ 6ലാണ് സ്റ്റാർട്ട് ചെയ്യുക. 6ൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ എ തന്നെയാണ്. ധൈര്യമായി ഓപ്ഷൻ എ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി മൾട്ടിപ്ലെയർ ആണ് എഴുതേണ്ടത്. റെഡ് ആണ്, അത് 10² ആണ്. ഇനി പ്ലസ് ഓർ മൈനസ് സിൽവർ എന്നാണ്, അത് 10% ആണ്. അപ്പോൾ 16 × 10² പ്ലസ് ഓർ മൈനസ് 10% ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്ക് ധൈര്യമായി പറയാം. അടുത്ത് നോക്കി. കണ്ടക്ടർ ഓഫ് ലെങ്ത് 20 cm. കണ്ടക്ടറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അവിടെ കറണ്ട് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കണ്ടക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഗിവൺ ബൈ F = ബിൽ സൈൻ തീറ്റ എന്നാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സാണ് F = ബിൽ എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ ഞാൻ 1/2 എന്ന് എഴുതി. കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആണ്. ശരി. ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 cm ആണ്. മീറ്റർ ആക്കാൻ വേണ്ടി 10⁻² എന്ന് എഴുതി. സൈൻ തീറ്റ സൈൻ 30 ആണ്, അതും 1/2 ആണ്. 2 × 2 4 ആണ്. 4/20 എന്ന് പറഞ്ഞാൽ 20/4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 × 4ഉം അത് 20യുമായിട്ട് ക്യാൻസൽ ചെയ്ത് 5 എന്ന് വന്നു. അപ്പോൾ എനിക്ക് കിട്ടും 25 × 10⁻² ന്യൂട്ടൺ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 0.25 ന്യൂട്ടൺ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക. പ്രോപ്പർ ഇക്വേഷൻ ബേസ്ഡ് ആണ്. നോക്കിയേ. എ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B എക്സ്പീരിയൻസ് എ ടോർക്ക് ടോ. ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് ഫീൽഡ് B. അപ്പം നോർമൽ ഓക്കെ. ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇതാണ് നമ്മുടെ ഫീൽഡ് B, ഇതാണ് ഇതായിട്ടുണ്ടാക്കുന്ന തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ. ഫ്ലക്സിൽ നിന്ന് പോയി. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? NAB സൈൻ തീറ്റയാണ്. ടോർക്ക് മാക്സിമം ആകണമെങ്കിൽ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കണം. ടോർക്ക് മിനിമം എന്ന് പറഞ്ഞാൽ ആംഗിൾ 0 ഡിഗ്രിയാണ്. ഇനി ഫ്ലക്സും ചോദിച്ചിട്ടുണ്ട്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ BA cos തീറ്റയാണ്. ആക്ച്വലി ഇവിടെ ഏരിയ വെക്ടറും ഇതും തമ്മിലുള്ള ആംഗിൾ എത്രയാവണം? ദാറ്റ് ഈസ് ഏരിയ വെക്ടറും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? പാരലൽ ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കുമ്പോൾ. ദാറ്റ് ഈസ് ആംഗിൾ തീറ്റ 0 ആകുമ്പോൾ അവിടെ ഫ്ലക്സ് മാക്സിമം ആയിരിക്കും.
ഫ്ലക്സ് മാക്സിമം ആയിരിക്കുമ്പോൾ അവിടെ ടോർക്ക് 0 ആയിരിക്കും. കാരണം ഫ്ലക്സ് മാക്സിമം ആകുന്നത് ടോർക്ക് 0 ആകുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇ തന്നെ കൊടുക്കാം. കാരണം ഇവിടെ നോക്കുക, ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് ദ ഫീൽഡ് എന്നാണ്. അതായത് ഇവിടെ തീറ്റ തന്നിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ എങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഫീൽഡ് എങ്കിൽ, ഇതുമായി ഉണ്ടാക്കുന്നത് ദാറ്റ് ഈസ് ഈ ആംഗിളാണ്, ദാറ്റ് ഈസ് തന്നിരിക്കുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ആംഗിളാണ് തീറ്റ എന്നും പറഞ്ഞ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NAB സൈൻ തീറ്റയാണ്. അവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, സൈൻ തീറ്റ 90 വന്നാൽ അവിടെ ടോർക്ക് 0 ആയിരിക്കും. സൈൻ തീറ്റ 0 ആണ്, സൈൻ തീറ്റ 90 വന്നാൽ ടോർക്ക് മാക്സിമം ആയിരിക്കും. അതേസമയം തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കും. പക്ഷേ തീറ്റ 0 ആകുമ്പോൾ ഫ്ലക്സ് മാക്സിമം ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഏതാണ്? ടോർക്ക് ഈസ് 0 ആൻഡ് ഫ്ലക്സ് ഈസ് മാക്സിമം ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ. ബാക്കി ഓപ്ഷൻസ് ഒന്നും മാച്ച് ആവില്ല. ടോർക്ക് ഈസ് മിനിമം ഫോർ 90 ഡിഗ്രി, തെറ്റാണ്. സൈൻ 90 ആണ്. സൈൻ 90 എന്ന് പറയുമ്പോൾ അത് മാക്സിമം ആണ്. ബാക്കി ഓപ്ഷൻസ് ഒന്നും ഒരിക്കലും എന്തില്ല, മാച്ച് ആവില്ല. തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മിനിമം ആണ്, ഫ്ലക്സ് മിനിമം അല്ല, മാക്സിമം ആണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ അത് പഠിക്കുന്നതാണ്. അടുത്ത് നോക്കി, ഇൻ സൈക്ലോട്രോൺ ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈസ് ഗിവൺ ബൈ BQ/2πm ആണ്. അതായത് അതിൻ്റെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. മാസ്, മാഗ്നറ്റിക് ഫീൽഡ്, ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി, ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യാത്തത് അതിൻ്റെ എനർജിയാണ്. പ്രോപ്പർലി ഡിപ്പെൻഡ് ചെയ്യാത്തത് അതിൻ്റെ എനർജിയെ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ആൻസർ ഈസ് എനർജി, ഓപ്ഷൻ ബി ആണെന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കാം. ദ ഹാർഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. എപ്പോഴും ശ്രദ്ധിക്കണം, ഹാർഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റുകളാണ്. പെർമനന്റ് മാഗ്നറ്റുകളുടെ എക്സാമ്പിളാണ് ഇവിടെ പറയേണ്ടത്. പെർമനന്റ് മാഗ്നറ്റ് എക്സാമ്പിളാണ് അല്ലിക്കോ എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കുക. ഇഫ് BC ഇസ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ദ സെൻറ്റർ ഓഫ് എ, അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ, നിങ്ങൾക്കറിയാം, μ0I/2R. അവിടെ R എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൽ റേഡിയസ് ആണ്. ഇനി അവർ ചോദിക്കുന്ന ഓൺ ദ ആക്സിസ് ആണ്. അപ്പോൾ ആക്സിസ് വരുമ്പോൾ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊരു R ദൂരം, ഒരു R ദൂരം, സെൻറ്ററിൽ നിന്ന് ഒരു R ദൂരമാണ് അവിടുത്തെ ആക്സിസിൽ, ആ പോയിന്റിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ μ0 I/R² ഓർമ്മയുണ്ടോ? 2 R² പ്ലസ് R² ദ ഹോൾ റേസ് ടു 3/2 എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഇവർ പറയുന്നത് ആക്സിസിലേക്കുള്ള ദൂരം അതിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ഇക്വേഷനിലേക്ക് അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. μ0 IR² R² പ്ലസ് സ്മോൾ ആറിന് പകരം എനിക്ക് R² തന്നെ കൊടുക്കാം, ദ ഹോൾ റേസ് ടു 3/2. സോ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ μ0 IR² 2R² എന്നാകും. R² കൂട്ടിപ്പോയാൽ 2R² എന്നാകും. അപ്പം 2R² ദ ഹോൾ റേസ് ടു 3/2 എന്ന് വെച്ചാൽ μ0 IR² 2 raised to 3/2 R² ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ R³ എന്ന് വരും. R² R³ വെട്ടിപ്പോകും. അപ്പോൾ എനിക്ക് കിട്ടും μ0 I/2 R × 1/2 raised to 3/2 എന്ന് വെച്ചാൽ 2ൻ്റെ ക്യൂബ് എടുത്തിട്ട് റൂട്ട് എടുക്കുക. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം 1/2√2 എന്ന് എഴുതാം. μ0 I/2R എന്ന് പറഞ്ഞാൽ BC ആണ്. അപ്പോൾ എനിക്ക് കിട്ടും BC/2√2. വേണമെങ്കിൽ ഇതിൽ റിസൾട്ട് ആക്കി പഠിക്കാവുന്നതേ ഉള്ളൂ ആക്ച്വലി. അതായത് ഒരു ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 1/2√2 ടൈംസ് ദ ഒറിജിനൽ വാല്യൂ ആണ്. അങ്ങനെയാണ് ജനറലി നമ്മൾ പഠിക്കാറ്. അപ്പം നിങ്ങളുടെ ആക്സിസിലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കുകയാണ്, പക്ഷേ അത് 1/2√2 ദാറ്റ് ഈസ് അത് റേഡിയസിനോട് ഈക്വൽ ആണ്. ആ ദൂരം എന്ന് പറയുന്നത്, ആ റേഡിയൽ ദൂരം, ദാറ്റ് ഈസ് ആ സെൻറ്ററിൽ നിന്നുള്ള ദൂരം റേഡിയസിനോട് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 1/2√2 ടൈംസ് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എടുക്കാവുന്നതുള്ളൂ, പ്രശ്നമില്ല. അടുത്ത ചോദ്യം. ഇഫ് എയർ കോർ ഈസ് പ്ലേസ്ഡ് ബൈ എൻ അയൺ കോർ ഇൻ എൻ ഇൻഡക്ടർ ഇൻ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ നമുക്ക് ജനറലി ഒരു സോളിനോയിഡിൻ്റെ അല്ലെങ്കിൽ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്കറിയാം. L = മുന്ന എന്നാണ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? L = മുന്ന എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ L എന്ന് പറഞ്ഞാൽ μ0ക്ക് പ്രപ്പോർഷണൽ ആണെന്ന് എനിക്ക് പറയാം. ഇനി അവിടെ മറ്റൊരു മീഡിയമാണ് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പറയാം അവിടുത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു μ0 × μR എന്ന് വരും. കാരണം അവിടെ മീഡിയം മാറി. അപ്പോൾ ആ റിലേറ്റീവ് പെർമിയബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എയർ ആണെങ്കിൽ μ0 എന്ന് കൊടുക്കാം, പക്ഷേ മീഡിയം മാറുമ്പോൾ μ0 × μR എന്ന് വരും. നമുക്ക് ഡിവൈഡ് ചെയ്താൽ L' / L = μ0 μR/μ എന്ന് μ0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് L' / L = μR എന്ന് കിട്ടും. എനിക്ക് μR ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം L' എന്ന് പറഞ്ഞാൽ 40 മില്ലി ഹെൻറി ആണ്. മറ്റേത് 2 × 10⁻² മില്ലി ഹെൻറി ആണ്. 40ൽ 2 20 തവണയാണ്.
സോ 20 ഇൻറ്റു 10 സ്ക്വയർ എന്ന് കിട്ടും, 2000 എന്ന് കിട്ടും. 2000 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത് നോക്കുക, എമോങ് വേരിയസ് സർക്യൂട്ട് കൺസ്ട്രക്റ്റഡ് വിത്ത് റെസിസ്റ്റൻസ് ആർ ഇൻഡക്റ്റൻസ് എൽ ആൻഡ് കപ്പാസിറ്റർ സി മാക്സിമം പവർ ഡിസിപ്പേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരേ ആക്സിസിൽ തന്നെയാണ്, ദാറ്റ് ഈസ് 5-0 ആണ്. 5-0 ആണെങ്കിൽ പവർ ഫാക്ടർ മാക്സിമം ആയിരിക്കും, അപ്പോൾ അവിടെ പവർ മാക്സിമം ആയിരിക്കും. പ്യുവർ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആയിക്കോട്ടെ, ഫൈ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ കോസ് ഫൈ എന്ന് പറയുന്നത് 0 വരും. പവർ എന്ന് പറഞ്ഞാൽ മിനിമം അല്ലെങ്കിൽ 0 ഇനി ഇവരുടെ ഇൻബിറ്റ്വീൻ ആണ് ഇവരുടെ കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അതായത് ഫൈയുടെ വാല്യൂ 0യുടെയും 90യുടെയും ഇടയിലായിരിക്കും. അപ്പോൾ കോസ് ഫൈ എന്ന് പറയുന്നതും 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ പവർ മാക്സിമം അല്ല, ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിരിക്കും. ശരിക്കും ഏറ്റവും കൂടുതൽ പവർ വരുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടുകളിൽ മാത്രമാണ്. അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. എഡ്ഡി കറൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. എപ്പോഴും മനസ്സിലാക്കണം, ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. എഡ്ഡി കറൻസ് ഇൻഡക്ഷൻ ഫർണസിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഡാമ്പിങ്ങിന് വേണ്ടി, നമ്മുടെ റീഡിങ്സ് എടുക്കുന്ന മീറ്റേഴ്സിൽ ഡാമ്പിങ്ങിന് വേണ്ടി എഡ്ഡി കറൻസ് യൂസ് ചെയ്യാറുണ്ട്. പവർ മീറ്റേഴ്സിൽ നമ്മൾ വീട്ടിലെ പഴയ മെഷീൻ, അനലോഗ് മെഷീൻസിലൊക്കെ നമ്മൾ ഇലക്ട്രിക് പവർ മീറ്റേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ മാഗ്നറ്റിക് ബ്രേക്കിംഗ് ട്രെയിൻസ്, ഇത്രയും കാര്യങ്ങൾ അവരുടെ ആപ്ലിക്കേഷൻ. നോട്ട് യൂസ്ഡ് എന്ന് പറയുമ്പോൾ അത് തെർമൽ ജനറേറ്ററാണ്, മറക്കരുത്. അടുത്ത ചോദ്യം, ദ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോൾ. പോളിലെ പ്രത്യേകത വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ അവിടെ, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പോളിലില്ല. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ 7 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ BV ആണ്. അത് തന്നെയാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേറ്ററിലേക്ക് പോകാം. ഇക്വേറ്ററിലെ പ്രത്യേകത അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. B ഓൾറെഡി 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അങ്ങനെ ഐഡിയ മനസ്സിലാക്കി ഈസി ആയിട്ട് ഇതിൻ്റെ കണക്ക് ചെയ്യാമെന്നുള്ളൂ. കാരണം പോളിൽ ആര് മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഇക്വേറ്ററിൽ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പോളിൽ അത് തന്നെയാണെങ്കിൽ ഇവിടെ അത് തന്നെയായിരിക്കും. ആ ഒരു ഐഡിയ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഗെയിൻസ്റ്റ് ഡിറ്റക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ളത് ആക്ച്വലി എന്താണെന്ന് അറിയാമോ? നമ്മുടെ UV റേസ് ആണ്. UV റേസിനെ ഫോട്ടോ സെൽസോ ഫോട്ടോഗ്രാഫിക് ഫിലിമുകളോ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. തെർമോഫൈൽസും ബോളോമീറ്ററും വരുന്നത് ഇൻഫ്രാറെഡിലാണ്. തെർമോ മീൻസ് ഹീറ്റ് റേഡിയേഷൻസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇൻഫ്രാറെഡാണ് ഹീറ്റ് റേഡിയേഷൻസ് വരിക. അപ്പോൾ തെർമോഫൈൽസും ബോളോമീറ്ററും ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. UV റേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോട്ടോഗ്രാഫിക് ഫിലിംസോ ഫോട്ടോ സെൽസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റക്ട് ചെയ്യുക. സോ മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. വായിച്ചിട്ട് പോകണം. അടുത്തത് സിമ്പിൾ ഒരു ചോദ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പടം വരച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ അതേ ഫേസിൽ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇയും ബിയും പോവുക വിത്ത് സെയിം ഫേസ് എന്നാണ്. വിത്ത് സെയിം ഫേസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആണ് ആൻഡ് ദേ ആർ ഇൻ ദ സെയിം ഫേസ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കുക. ഫ്രസ്നൽ ഡിസ്റ്റൻസ് ഫോർ ആൻ അപ്രോക്സിമേഷൻ ഓഫ് റേ ഓപ്റ്റിക്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. a² ആണ് റേ ഓപ്റ്റിക്സ് അപ്രോക്സിമേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകണം കേട്ടോ. യെസ്. അടുത്ത് നോക്കാം. ദ അപ്പാരന്റ് ഡെപ്ത് ഓഫ് എ നീഡിൽ ലൈയിങ് ഇൻ എ വാട്ടർ ബീക്കർ ഈസ് ഫൗണ്ട് ടു ബി 9 cm. ഇഫ് വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, അത് 1.5 ആണ്. അതിനെ 3/2 എന്ന് എഴുതാം, അതായിരിക്കും എളുപ്പം. അപ്പാരന്റ് ഡെപ്ത് ഓഫ് നീഡിലിൻ്റെ ലിക്വിഡിലാണ് ചോദ്യം. അപ്പോൾ വാട്ടറിൻ്റെ അപ്പാരന്റ് ഡെപ്ത് തന്നിട്ടുണ്ട് 4/3 എന്ന്, സോറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 തന്നിട്ടുണ്ട്. ആ സമയത്തുള്ള അതിൻ്റെ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ കേസിൽ അത് 9 cm ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിൻ്റെ കേസിൽ എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി നമുക്കറിയാം അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ റിലേഷൻ കൊടുത്താൽ മതിയാകും. അതായത് വാട്ടറിൻ്റെ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതേപോലെ തന്നെ ലിക്വിഡിൻ്റെ എന്ന് പറയുമ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റേഷ്യോ എടുക്കുമ്പോൾ dl/dw എന്ന് പറയുന്നത് μw/μl എന്ന് വരും. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് dl ആണ്. dl ഈസ് ഈക്വൽ ടു dw μw/μl എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു μw എന്ന് പറഞ്ഞാൽ 4/3 ആണ്. μl എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 3 × 3 9 കൊടുത്തു. 4 × 2 എന്ന് പറയുമ്പോൾ 8 cm ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. 8 cm ആണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത സിമ്പിൾ ചോദ്യമാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഈസ് ഈക്വൽ ടു -10 cm എന്ന് കൊടുക്കാം. ഇഫ് ദ ഇമേജ് ഈസ് അറ്റ് 20 cm ഫ്രം ദ മിറർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നതും സെയിം സൈഡിൽ തന്നെയാണ്, അത് 20 cm ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ -20 cm ആണ്, കാരണം കൺവെൻഷൻ പ്രകാരം ഇപ്പുറത്ത് നെഗറ്റീവ് ആണ്. ഓക്കെ, ദെൻ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ്. സിമ്പിൾ ചോദ്യം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -v/u ആണ്. ദാറ്റ് ഈസ് -20/10 എന്ന് കൊടുക്കുക, 20/10 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് -2 ആണ്. -2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് ബീറ്റ എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഇക്വൽ ടു λd/d യുടെ റിലേഷൻ ആണ്. ഇവർ പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് 2 ഡിഫറെന്റ് ലൈറ്റ് ബീംസ് ഓഫ് വേവ് ലെങ്ത് λ1 and λ2 പ്രൊഡ്യൂസ് ഇന്റർഫറന്റ് പാറ്റേൺസ് വിത്ത് ബാൻഡ് വിഡ്ത്ത് β1 and β2 റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോസ് ബിറ്റ്വീൻ β1 and β2 is 3:2. ദെൻ ദ റേഷ്യോ ബിറ്റ്വീൻ λ1 and λ2. ഇവിടെ ഈ റിലേഷനിൽ തന്നെ കാണാൻ സാധിക്കും ബീറ്റ എന്ന് പറഞ്ഞാൽ ലാംഡയ്ക്ക് പ്രപ്പോർഷണലാണ്. അപ്പോൾ ഞാൻ β1/β2 എടുത്താൽ അത് തന്നെയായിരിക്കും λ1/λ2. β1/β2 എന്ന് പറഞ്ഞാൽ 3:2 ആണ്. അപ്പോൾ λ1/λ2 എന്ത് തന്നെയാണ്? 3:2 അല്ലെങ്കിൽ 3/2 ആണ്. അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. പോളറൈസിങ് ആംഗിൾ ആണ്. നിങ്ങൾക്കറിയാം θp is the polarizing angle for glass plate of refracting index mu and critical angle θc. critical angle θc ആണെങ്കിൽ നമുക്കറിയാം sin θc എന്ന് പറഞ്ഞാൽ 1/mu ആണ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്. അപ്പം അതേപോലെ തന്നെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ വെച്ച് നിങ്ങൾക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu എന്ന് പറഞ്ഞാൽ tan θp ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ നോക്കാം. അപ്പോൾ രണ്ടുപേർക്കും mu എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കോമൺ ആണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന് mu എഴുതി. mu ഈസ് ഈക്വൽ ടു 1/sin θc എന്ന് എഴുതി. ഇവിടെ രണ്ടിടത്തെയും LHS സെയിം ആണ്. അപ്പോൾ ഞാൻ RHSനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. 1/sin θc ഈസ് ഈക്വൽ ടു tan θp അല്ലെങ്കിൽ tan θp sin θc ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി, അവരുടെ വർക്ക് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരാളുടെ 3 ഇലക്ട്രോൺ വോൾട്ടും മറ്റേയാളുടെ 4 ഇലക്ട്രോൺ വോൾട്ടുമാണ്. ആർ എമിറ്റിംഗ് ഫോട്ടോ ഇലക്ട്രോൺസ് ഓഫ് സെയിം കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി അവരുടെ സെയിം ആണ്. രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. If the wavelength of incident light of A is 500 nanometer, then the that of light incident on B. lambda A 500 നാനോമീറ്റർ ആണെങ്കിൽ lambda B എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ hν മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ലാംഡ വേവ് ലെങ്ത് ആയതുകൊണ്ട് ന്യൂ എഴുതേണ്ട ആവശ്യമില്ല. hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ 5 ആണ്. ഇവിടെ എയുടെയും ബിയുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും എന്ത് ഇക്വേറ്റ് ചെയ്യാം? hc/λ മൈനസ് 5 ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയേ, hc/λ മൈനസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇസ് ഈക്വൽ ടു hc/λb മൈനസ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എനിക്ക് ഈ ടേം ആണ് വേണ്ടത്. ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരാം. hc/λb ഈസ് ഈക്വൽ ടു ഈ 4ഉം 3യും കൂടെ 1 ആയി മാറും. hc/λa പ്ലസ് 1 എന്നാകും. എനിക്ക് വേണ്ടത് λb ആണ്. അപ്പോൾ 1/λb ഈസ് ഈക്വൽ ടു 1/λa പ്ലസ് 1/hc. ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് hc എന്ന് പറഞ്ഞാൽ h/c ചെയ്താൽ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു മീറ്റർ. ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ബേസിൽ നിങ്ങൾക്ക് യൂണിറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.2 × 10⁻⁶ ആണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇതിവിടെ ഈസി ആയിട്ട് 1.2 × 10⁻⁶ വരും. ഇവിടെ 1/500 നാനോമീറ്റർ, അപ്പോൾ 10⁻⁻9 വരും. അത് 1/λb എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പം ഏകദേശം ഒരു 350 നാനോമീറ്റർ എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 36 സംതിങ് വരും. സോ കറക്റ്റ് 350 നാനോമീറ്ററിനടുത്താണ് ഇവിടെ എന്ത് ചെയ്യുക? ആൻസർ വരിക. സോ അടുത്ത ചോദ്യം നോക്കാം. ദ മൊമെൻറ്റം ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്തും മൊമെൻറ്റും നമ്മുടെ റിലേഷൻ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ വേവ് ലെങ്സ് ഓഫ് ദ ഡി ബ്രോഗ്ലി വേവ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ആദ്യമേ ആൽഫ പാർട്ടിക്കിൾ എഴുതാൻ പോകണം. അല്ലാതെ ഞാൻ ആദ്യമേ പ്രോട്ടോൺ എഴുതാം. ലാംഡ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1/p ആണ്. ലാംഡ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം പ്രോട്ടോണിൻ്റെ പകുതിയാണ്, p/2 എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന റേഷ്യോ ലാംഡ ആൽഫ ബൈ ലാംഡ പ്രോട്ടോൺ ആണ്. അപ്പോൾ ലാംഡ ആൽഫ എന്ന് പറഞ്ഞാൽ 1/p/2, 2 മുകളിലേക്ക് പോകും, ബൈ
പി എന്ന് വരും. പിയും പിയും വെട്ടിപ്പോടെ എനിക്ക് 2:1 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഇ ആണത്. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ബീറ്റ മൈനസ് ഡി കെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതായത് ഒരു പ്രോട്ടോണെ ഈൽഡ് ചെയ്യുന്നതാണ്. ഒരു പ്രോട്ടോൺ ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മാസ് നമ്പറാണ് അവിടെ കയറുക. ബീറ്റ മൈനസ് ഡീറ്റ എന്ന് പറയുമ്പോൾ ഈൽഡിങ് എ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണെ ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ് അവിടെ കയറുക. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ അല്ലേ കയറുക? യെസ്. അപ്പോൾ അറ്റോമിക് നമ്പർ കയറുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടോൺ നമ്പറാണ് എന്ത് ചെയ്യുക? കൂടുക. മാസ് നമ്പറോ ന്യൂട്രൺ നമ്പറോ ഇലക്ട്രോൺ നമ്പറോ അറ്റോമിക് വെയിറ്റോ അല്ല ഇവിടെ. അവിടെ ന്യൂക്ലിയസിലാണ് ബീറ്റ മൈനസ് നടക്കുന്നത്. ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ അവിടെ എന്താ നോക്കേണ്ടത്? പ്രോട്ടോൺ നമ്പറാണ്. പ്രോട്ടോൺ നമ്പറിനെ കുറിച്ച് വേണം പറയാൻ. അടുത്തത് ഫിഷൻസ്. നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡും അവിടുത്തെ പവറുമായുള്ള റിലേഷനാണ്. പവർ ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് ഫിഷൻസ് പെർ സെക്കൻഡും പവറും സമയം കോൺസ്റ്റന്റ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അത് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എത്ര ഫിഷൻസ് നടക്കുന്നു അത്രയും എന്താണ് പവർ ഔട്ട്പുട്ടായിട്ട് എനിക്ക് കിട്ടും. കാരണം ഫിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ആയിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ നോക്കാം. 10⁻⁸ പ്രപ്പോർഷണലായിട്ട് 300 മെഗാവാട്ട് പവറും, അടുത്തത് എനിക്ക് അറിയത്തില്ല എന്നാണ്. എന്നിന് പ്രപ്പോർഷണലായിട്ട് 360 മെഗാവാട്ട് പവറും ഉണ്ടെങ്കിൽ എൻ എത്ര എന്നാണ് ചോദ്യം. സോ നമുക്ക് നോക്കാം. n/10⁸ ഈസ് ഈക്വൽ ടു 360/300 ഓർ n ഈസ് ഈക്വൽ ടു 10⁸ ഇൻറ്റു 360/300 എന്ന് വരും. വെട്ടിക്കളയുമ്പോൾ ഇവിടെ 6/5 എന്ന് വരും. 6/5 ഇൻറ്റു 10⁸ എന്നാണ് കറക്റ്റ് ആൻസർ വരിക. 12 ഇൻറ്റു 5 എത്രയാണ്? 60 ആണ്. അപ്പോൾ 1.2 ആണ്. 6/5 ചെയ്താൽ 1.2 കിട്ടും. 1.2ന് 10⁸ ആണ്. ആക്ച്വലി ഇവിടെ ഓപ്ഷൻ ഇല്ല. ദിസ് ഇസ് ആൻ എലിമിനേറ്റഡ് ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ 1.2 10⁸ ആണ് ശരിക്കും അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി കെ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ടോട്ടൽ എനർജി ഇ ആണ്, കൈനറ്റിക് എനർജി കെ ആണെങ്കിൽ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ എന്താണ്? നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ E/K ചെയ്യുമ്പോൾ E/-E എന്ന് വേണം എഴുതാൻ. ദാറ്റ് ഈസ് -1 എന്ന് വരും. അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് അടുത്ത ശരിയായ ഉത്തരം. മാസ് നമ്പർ ഓഫ് 2 ന്യൂക്ലിയസ് ആർ ഇൻ ദ റേഷ്യോ 3:2. ദെൻ ദ റേഷ്യോ ഓഫ് ദർ ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി ശരിക്കും മാസ് നമ്പറിനെയോ ആ ന്യൂക്ലിയസിൻ്റെ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. മറക്കരുത്. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ന പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന് P4 പോസിറ്റീവ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഹോളുകളാണ് മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഹോളുകൾ മൈനോറിറ്റി കാരിയർ എന്നുള്ളത് തെറ്റാണ്. The vacancy of electron is a hole with negative charge. ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. അതും തെറ്റാണ്. The impurity element added is donor type. ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡോണർ ആണോ? അല്ല. ശരിക്കും പറഞ്ഞാൽ പി ടൈപ്പ് എന്ന് പോസിറ്റീവ് ആണ്. അവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇത് അക്സെപ്റ്റഡ് ടൈപ്പ് ആണ്. അതും തെറ്റാണ്. ഫോർ എവറി പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡഡ് ആൻ എക്സ്ട്രാ ഹോൾ ഈസ് ക്രിയേറ്റഡ്. ഇല്ല. പുറത്തുനിന്ന് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറല്ല, പി ടൈപ്പിലല്ല. അപ്പോൾ ഇത് തെറ്റാണ്. The electron will move from one hole to another hole constituting a flow of current. അതെ, ശരിക്കും ഹോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അല്ലാതെ ഹോളുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മൂവ്മെൻ്റ് അല്ല. ഒരു ഇലക്ട്രോൺ ഒരു സ്ഥലത്തു നിന്ന് എനർജി കിട്ടുമ്പോൾ അപ്പുറത്തേക്ക് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഹോളുകൾ ഫോം ചെയ്യുക. അല്ലാണ്ട് ഹോളുകൾ ഇങ്ങനെ തന്നെ ഉണ്ടായി വരിക എന്നല്ല അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഹോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം വൺ ഹോൾ ടു ദ അനദർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ഫ്ലോ ഓഫ് കറണ്ട് എന്നാണ്. അത് മനസ്സിലാക്കണം. അടുത്തത് CB മോഡ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആണ്. കോമൺ ബേസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അവിടെ ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നത് എമിറ്ററിലും ഔട്ട്പുട്ട് എപ്പോഴും എടുക്കുന്ന പോലെ കളക്ടറിലുമാണ് എടുക്കാറ്. ഓക്കെ. യെസ്. ദ കറണ്ട് ത്രൂ ദ എമിറ്റർ ഈസ് 6 മില്ലി ആംപിയർ. അപ്പോൾ IE തന്നിട്ടുണ്ട് 6 മില്ലി ആംപിയർ എന്നാണ്. IB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് ആണ്. ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ 0.95 ആണ്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു IC/IE വെച്ചിട്ട് നിങ്ങൾക്ക് IC കണ്ടുപിടിക്കാം. ആൽഫ IE ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 0.95 ആണ്. 0.95 ഇൻറ്റു 6 മില്ലി ആംപിയർ എന്ന് കിട്ടും. 95 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 570 ആണ്. 2 പോയിൻ്റ് എടുക്കുമ്പോൾ 5.7 എന്ന് കിട്ടും. 5.7 മില്ലി ആംപിയർ ആണ് IC എന്ന് പറയുന്നത്. IE നിങ്ങൾക്ക് കിട്ടി 6 മില്ലി ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ IB എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് ആണ്. അത് 0.3 മില്ലി ആംപിയർ ആണ്. 0.3 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. LEDs മേക്ക് ചെയ്യുന്നത് ശരിക്കും ഒന്നെങ്കിൽ ഗാലിയം അരസനൈഡ് വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഗാലിയം അരസനൈഡ് ഫോസ്ഫൈഡ് വെച്ചായിരിക്കും.
ഓക്കെ, ഗാലിയം അരസനൈഡ് ഉപയോഗിക്കാം, ഗാലിയം ഫോസ്ഫൈഡ് ഉപയോഗിക്കാം, അതേപോലെ ഗാലിയം അരസനൈഡ് ഫോസ്ഫൈഡ് ഉപയോഗിക്കാം. അതിൽ എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഗാലിയം അരസനൈഡ് ഫോസ്ഫൈഡ് ഉണ്ടല്ലേ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടാങ്ക് സർക്യൂട്ട് വഴി ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് യൂസ് ചെയ്താൽ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തന്നെ ഓസിലേറ്റർ ആണ്. അത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് എൻ ഓസിലേറ്റർ. ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ ട്രാൻസ്മിറ്റർ ദ ഓഡിയോ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി ഒമേഗ എം ഈസ് മോഡുലേറ്റഡ് ബൈ ദ കാരിയർ സിഗ്നൽ ഫ്രീക്വൻസി ഒമേഗ സി ആൻഡ് ദ ബാൻഡ് പാസ് ഫിൽട്ടർ റിജക്ട്സ് ദ ഫ്രീക്വൻസീസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി ഉണ്ടാകും, ഒമേഗ സി മൈനസ് ഒമേഗ എം ഉണ്ടാകും, ഒമേഗ സി പ്ലസ് ഒമേഗ എം ഉണ്ടാകും. ഇത് രണ്ടുപേരും സൈഡ് ബാൻഡ് ഫ്രീക്വൻസികളാണ്. ഇവരെ വിളിക്കുന്നത് സൈഡ് ബാൻഡ് ഫ്രീക്വൻസികൾ എന്നാണ്, മറ്റേത് കാരിയർ ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഇല്ലാത്ത ഈ ഒരു ഓപ്ഷനാണ് ഒമേഗ എം ആൻഡ് 2 ഒമേഗ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ 2 ഒമേഗ സി എന്ന് പറഞ്ഞ ടേം അല്ല അവിടെ ഉള്ളത്. ഒമേഗ സി കാരിയർ ഫ്രീക്വൻസിയും അതേപോലെ സൈഡ് ബാൻഡ് ഫ്രീക്വൻസികളുമാണ് ഉണ്ടാവുക. അതിൽ നിന്നാണ് മെസ്സേജ് സിഗ്നലിനെ റിട്രീവർ എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് തിരിച്ച് എടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇത്രയും പഠിക്കണം, നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പീച്ച് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് 2800 ഹെർട്സ് ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 300-നും 3100-നും ഇടയിലാണ്. അതേസമയം മ്യൂസിക് ആണെങ്കിൽ 20 കിലോ ഹെർട്സ് ആണ്. അത് കറക്റ്റാണ് ആക്ച്വലി. പിക്ചർ മാത്രമാണെങ്കിൽ 4.2 മെഗാ ഹെർട്സും പിക്ചറും ഓഡിയോവുമാണെങ്കിൽ 6 മെഗാ ഹെർട്സുമാണ്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസും ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈനറിയുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ആണോ? ഡിജിറ്റൽ സിഗ്നൽസ് ആർ യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് സൈൻ വേവ്സ്. അല്ല, ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബൈനറി ഫോർമാറ്റിൽ ഉണ്ടാവുക, അത് മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഓൺ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് വെലോസിറ്റി. അപ്പോൾ എ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി കിട്ടുമെന്ന് പറഞ്ഞു. ബി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ml² t⁻² ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻1 ആണ്. അപ്പോൾ എയുടെ ഡയമെൻഷൻ അല്ലെങ്കിൽ എ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഒരു എല്ലും വെട്ടിപ്പോയി ഒരു t⁻1 ഇവിടെ t⁻1 വെട്ടിക്കളഞ്ഞാൽ എയുടെ ഡയമെൻഷൻ എനിക്ക് കിട്ടും ml⁻1 എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് മൊമെൻറ്റം ആണെന്ന് എല്ലാവർക്കും അറിയാലോ, അറിയാം. അടുത്ത, പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ് ലെങ്ത് ആൻഡ് ടൈം. ഡെൽറ്റ m/m ഇൻറ്റു 100 1, ഡെൽറ്റ l/l ഇൻറ്റു 100 2, ഡെൽറ്റ t/t ഇൻറ്റു 100 3 എന്നാണ് തന്നിട്ടുള്ളത്. മാക്സിമം പെർമിസിബിൾ റെസ്പെക്റ്റീവ്ലി ദ മാക്സിമം പെർമിസിബിൾ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മാസിന് ബന്ധമില്ല, LT⁻² ആണ്. അപ്പം ആക്സിലറേഷൻ്റെ എറർ കണ്ടുപിടിക്കാൻ ഡെൽറ്റ a/a ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ l/l ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ t/t ഇൻറ്റു 100 എന്ന് വരും. അപ്പം അത് ഡെൽറ്റ l/l 2 തന്നിട്ടുണ്ട്, മറ്റേത് 2 ഇൻറ്റു 3 എന്ന് വരും. 2 + 2 ഇൻറ്റു 3 2 + 6 എന്ന് വരും. 8 എന്ന് വരുന്ന ആൻസറാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. 8 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? 8 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം. ദ റേഡിയസ് ഓഫ് എ സർക്കുലർ പ്ലേറ്റ് ഈസ് 1.05 മീറ്റർ. ഇറ്റ്സ് ഏരിയ സർക്കുലർ പ്ലേറ്റ് ആയതുകൊണ്ട് πr² ആണ്. 3.14 ഇൻറ്റു 1.05 ഇൻറ്റു 1.05. ഉത്തരത്തിൽ 3 സിഗ്നിഫിക്കൻ ഫിഗർ ഉള്ളതാണോ? അതാണ് കറക്റ്റ് ആൻസർ. 2 ആൻസറുകളിൽ 3 സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി അത് ഇൻഡു ചെയ്ത് നോക്കുക. ഏകദേശം 3.461 അങ്ങനെ പോകുന്നൊരു ആളെ ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ എഴുതാം. ഓപ്ഷൻ എ ആണ്. കാരണം 3 സിഗ്നിഫിക്കൻ ഫിഗറേ പാടുള്ളൂ, അത് മനസ്സിലാക്കണം. 3.4765 എന്നുള്ള രീതിയിലൊന്നും എഴുതി വെക്കരുത്. ആകെ 3 സിഗ്നിഫിക്കൻ ഫിഗറേ പാടുള്ളൂ. കാരണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻ ഫിഗറിൻ്റെ എണ്ണം നോക്കണം. ആർക്കാണോ കുറവ് സിഗ്നിഫിക്കൻ ഫിഗർ അതായിരിക്കും ഉത്തരത്തിലും വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, അടുത്ത് നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ at any instant is I+j⁵ എന്നാണ്. അപ്പോൾ I+j⁵ എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കോഎഫിഷ്യൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. അപ്പോൾ 1² + 1², ഇറ്റ് ഇസ് √2 ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശരി, ഇനി I+j⁵ എന്നാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എന്താണ്? ഈ ജെയുടെ വെക്ടർ ബൈ ഐയുടെ വെക്ടർ എന്നാണ്. ദാറ്റ് ഇസ് v/vx എന്നാണ്. ടാൻ ഇൻവേഴ്സ് 1/1 എന്നാണ്. അപ്പോൾ തീറ്റ 45 ഡിഗ്രിയാണ്. അപ്പോൾ I+j⁵ എന്ന് പറഞ്ഞാൽ I cap ഇങ്ങോട്ടാണ്, j⁵ ഇങ്ങോട്ടാണ്. ഇതാണ് ഇവരുടെ എഫക്റ്റീവ് ആണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് I+j⁵. അതിൻ്റെ വാല്യൂ √2 മാഗ്നിറ്റ്യൂഡാണ്. എക്സ് ആക്സിസിൽ നിന്നും 45 ഡിഗ്രി അല്ലെങ്കിൽ വൈ ആക്സിസിൽ നിന്നും 45 ഡിഗ്രി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് √2 യൂണിറ്റ്സ് ആൻഡ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ആണ് അവിടുത്തെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ഹാമർ ഈസ് ഡ്രോപ്ഡ് ഇൻ എ മൈൻ. ഇറ്റ്സ് വെലോസിറ്റി ഡെപ്ത് ആണ്. വെലോസിറ്റിയും ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തുമായുള്ള റിലേഷൻ v = √2gh ആണ്. v proportional to √h ആണ്. അപ്പോൾ vd ഈസ് ടു v2d ഈസ് ടു v3d എന്ന് പറയുന്നത് എനിക്ക് എഴുതാം
റൂട്ട് ഡി ഈസ് ടു റൂട്ട് 2d ഈസ് ടു റൂട്ട് 3d എന്ന് എഴുതാം. ഡി വെട്ടിക്കളഞ്ഞാൽ 1 ഈസ് ടു റൂട്ട് 2 ഈസ് ടു റൂട്ട് 3 എന്ന് വരും. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനുള്ള ബന്ധമാണ്. നിങ്ങൾക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു u²/2a. v² = u² + 2as അല്ലേ? v² = u² + 2as അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ആയതുകൊണ്ട് -2as എന്ന് കൊടുക്കാം. അവിടെ സ്റ്റോപ്പിംഗ് ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ u² - 2as 0 ആണ്. അല്ലെങ്കിൽ u² = 2as. ഈ എസ്സിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, u²/2a എന്ന് പറയുന്നത്. അപ്പം അത് ഇറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വേണം പറയാൻ. യെസ്. When a body starts from rest and moves with a constant acceleration, ഒന്നും നോക്കണ്ട, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ dv/dt ആണ്. എന്ന് വെച്ചാൽ dv/dt കോൺസ്റ്റന്റ് ആണ് എന്നർത്ഥം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ dv/dt എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ആൻസർ ഏതായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ്. ആക്സിലറേറ്റിംഗ് എന്നാണ് ഇവിടെ, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ അല്ല പറഞ്ഞിട്ടുള്ളത്. ആക്സിലറേഷൻ ആണ്, അപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും വരിക. അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ചോദ്യമാണ്. അടുത്ത് നോക്കണേ. എ വുഡൻ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. ഞാനൊരു 10 കിലോഗ്രാം ബ്ലോക്കിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈസ് മൂവിങ് വിത്ത് ഇത് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 3 m/s² മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഈ വസ്തു ഒരു 3 m/s² ആക്സിലറേഷന് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എത്രയോ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഞാൻ എത്രയോ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യണം, ഫ്രിക്ഷണൽ ഫോഴ്സിനെ എതിർക്കെടുക്കണം. അതും കഴിഞ്ഞാണ് ആ ബോഡി എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അതിന് നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ. ഞാൻ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് ബാക്കി കിട്ടുന്ന ഫോഴ്സ് വെച്ചിട്ടാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്. സോ അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ MA എന്ന് എനിക്ക് പറയാം. എന്നോട് അപ്ലൈഡ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ μ തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടി. അപ്പം F അപ്ലൈഡ് ഈസ് ഈക്വൽ ടു MA + ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് എഴുതാം. ദറ്റ് ഈസ് MA + ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ μ×n ആണ്, അല്ലെങ്കിൽ μ×mg ആണ്. അപ്പോൾ m×A + μg എന്ന് എഴുതാം. മാസ് 10 ആണ്. 10 × A എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്സിലറേഷൻ 3 ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ 0.3 × 10 അപ്പം 10 × 6 എന്ന് വരും. 60 ന്യൂട്ടൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ ഓപ്ഷൻ ഉണ്ട്. ഭാഗ്യം, 60 ന്യൂട്ടൺ ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം. അടുത്ത വളരെ നല്ലൊരു ചോദ്യമാണ്, ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാവുന്നൊരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. താഴെ നോക്കി വരാം. മൊമെൻറ്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അത് ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദ്യം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആണ്. അതും ശരിയാണല്ലേ. അത് ലീനിയർ മൊമെൻറ്റം ആണ് ഉദ്ദേശിക്കുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ P പ്രപ്പോർഷണൽ, ദാറ്റ് ഈസ് F പ്രപ്പോർഷണൽ ടു dp/dt നമ്മൾ എഴുതാറില്ല. ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ പറയുന്നതാണ്. ഇനേർഷ്യ മീൻസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നാണ്. ഉറപ്പായിട്ടും ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെ എതിർക്കുക, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എതിർക്കുക നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നെറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ്പ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ലീനിയറുമാകാം സർക്കുലാറുമാകാം. ലീനിയർ മോഷനാണെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് വേണ്ട, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകും. നമ്മൾ ഇനേർഷ്യൻ്റെ കേസിൽ പറഞ്ഞതാണ്. സർക്കുലാർ മോഷന് വന്നാൽ നെറ്റ് ഫോഴ്സ് ഇല്ല. ആക്ച്വലി അത് യൂണിഫോം മോഷൻ തന്നെയാണ്, പക്ഷേ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. ആക്ച്വലി യൂണിഫോം മോഷനിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത് നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം ലീനിയർ മോഷൻ ബോത്ത് ഇംപ്ലൈ 0 ആക്സിലറേഷൻ. യൂണിഫോം ലീനിയർ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് 0 ആക്സിലറേഷൻ ആണ്. ശരിയാണ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും 0 ആക്സിലറേഷൻ ആണെന്ന് നിർബന്ധമുണ്ടോ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേറ്റിംഗ് ആയാൽ നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് പോകുന്ന നമ്മൾ വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് സമയത്തേക്ക് വെറുതെ ഇരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു കല്ലിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് ആ കല്ല് മുകളിലിട്ട് പോയിട്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പം ആ ഇൻസ്റ്റൻറ്റിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ? അതിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. പക്ഷേ അത് ആക്സിലറേഷനില്ലേ? ഡൗൺവാർഡ്സ്, ഭൂമിയുടെ ആക്സിലറേഷനിലെ താഴേക്കില്ലേ? അപ്പം അതിനെ എനിക്ക് വേണമെങ്കിൽ ഇൻകറക്റ്റ് എന്ന് വിളിക്കാം. നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം അതിനെ എനിക്ക് ഇൻകറക്റ്റ് എന്ന് വിളിക്കാം. ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പറയാം. ഓക്കെ. അടുത്ത ചോദ്യം. ഓൺ എ കൺവെയർ ബെൽറ്റ് മൂവിങ് ദ സ്പീഡ് u, sand falls at the rate of dm/dt where m is the mass of the sand. The extra force required. അപ്പോൾ F എന്ന് പറയുന്നത് it is equal to rate of change of momentum എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. or F is equal to d/dt of എന്തെഴുതാം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ u എന്നാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ u എടുത്തു. അവിടെ സ്പീഡ് u എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ u കോൺസ്റ്റൻ്റ് ആണ്, ഈസ് മൂവിങ് വിത്ത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാസാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ u/uവിനെ പുറത്തെടുത്താൽ dm/dt അകത്ത് വരും, കാരണം മാസ് ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു സമയം. അപ്പോൾ u/dm/dt ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ശരിയാണ്. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഇതാണ് ഫോഴ്സ്, ഇതാണ് ടൈം എങ്കിൽ F × Δt എന്ന് വരും. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ
ഫോഴ്സ് എഫും ഇത് സമയവുമാണ്. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ് ശരിക്കും ആ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി എന്താണ്? ഇമ്പൾസ് ആണ്. ഞാൻ ഓപ്ഷനിൽ ഇമ്പൾസ് ഉണ്ടോ എന്ന് നോക്കി, ഇമ്പൾസ് ഇല്ല. പക്ഷേ ഇമ്പൾസിൻ്റെ അതേ വാല്യൂ ഉള്ള ഒരാളുണ്ട്. അതാരാണ്? ലീനിയർ മൊമെൻറ്റം ആണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ആണ് ഇമ്പൾസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം. വെൻ എ മെറ്റൽ സ്പ്രിങ് ഈസ് ഇലോങ്ങേറ്റഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റിൽ ഒരു സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്താൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അവിടെ നമ്മുടെ ആ ചെയ്യുന്ന ജോലി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. കാരണം ഇലാസ്റ്റിക് ലിമിറ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വലിക്കുന്നതെങ്കിൽ ആ സ്ട്രെച്ചിങ് മൂലം ഉണ്ടാകുന്ന ചെയ്യുന്ന വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യെസ്. അടുത്ത് നോക്കുക. ദ ഇൻസ്റ്റന്റേനിയസ് പവർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പവർ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് വി ആണ്, അല്ലെങ്കിൽ എഫ് വി കോസ് തീറ്റ ആണ്. പവർ എന്ന് പറഞ്ഞാൽ ഇത് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ വർക്ക് എനർജി പോലെ പഠിച്ചിട്ടുള്ളതാണ്. എ ബോൾ വിത്ത് 10⁻³ ജൂൾ ഓഫ് കൈനറ്റിക് എനർജി കൊളൈഡ്സ് വിത്ത് എ ഹൊറിസോണ്ടലി മൗണ്ടഡ് സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ബോൾ വന്നിട്ട് ഒരു സ്പ്രിങ്ങിൽ വന്ന് ഇടിക്കുക. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി മൊത്തം അതിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 10⁻³ ജൂൾ എന്ന് പറയുന്നത് ½ kx² ആയിട്ട് മാറും. കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. 2 × 10⁻³ x എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 50യുടെ സ്ക്വയർ 50 × 50 ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² × 10⁻² എന്ന് ചെയ്യണം. സോ ഇത് രണ്ടും കൂടെ വെട്ടി ഇതുമായിട്ട് വെട്ടിപ്പോകും. ഇവിടെ നോക്കാം. 5 × 5 25 ആണ്. 25ൽ 1000 എന്ന് പറയുമ്പം എത്രയാണ്? 40 തവണയാണ്. 1000/25 എന്ന് പറഞ്ഞാൽ 25 × 400 ആണ്. അപ്പോൾ 40 വരും. 40 × 80 ആണ്. അപ്പം 80 × 10² എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ഉണ്ടോ? 8 എന്ന് പറഞ്ഞാൽ ഓപ്ഷനേ ഉള്ളത്. ഓപ്ഷൻ സി ആണ്. അല്ലെങ്കിൽ 8 × 10⁻³ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. an object released from certain height. ഒരു h ഹൈറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ റിലീസ് ചെയ്തു. അത് റീബൗണ്ട് ചെയ്തിട്ട് h/4 ഹൈറ്റിലേക്ക് പോയെന്നാണ്. അപ്പോൾ അവിടുത്തെ എനർജി ലോസ്റ്റ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും മുകളിലായിരുന്നപ്പോൾ അതിൻ്റെ ഹൈറ്റ് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്, അത് mgh ആണ്. ഈ ഹൈറ്റിൽ വന്നപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അതും എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്, പക്ഷേ mgh/4 ഉള്ളൂ. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള എനർജിയിൽ നിന്നും എത്ര പോയി ഡിവൈഡഡ് ബൈ ഒറിജിനലി ഉണ്ടായിരുന്ന എനർജി ഇൻറ്റു 100 എന്നാണ്. 100 വേണ്ട, പെർസെൻറ്റേജ് ആണെങ്കിൽ 100 മതി. ഇവിടെ ഫ്രാക്ഷൻ എത്രയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഫൈനൽ അല്ലെങ്കിൽ ഇനിഷ്യൽ മൈനസ് ഫൈനൽ ബൈ ഇനിഷ്യൽ ഇൻറ്റു 100, അല്ലെങ്കിൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ബൈ ഇനിഷ്യൽ ഇൻറ്റു 100. ഇതാണ് ഫ്രാക്ഷൻ്റെ, എവിടെ എടുത്താലും ഫ്രാക്ഷൻ്റെ ജനറൽ ഫോമുലയാണത്. mgh എല്ലായിടത്തും കോമൺ ആണ്. 1 - 1/4/1 എന്ന് വരും. 1 4 പോയാൽ 3/4 അപ്പോൾ 3/4 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം. എ സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് എ ഡിസ്ക് ഓഫ് സെയിം റേഡിയസ് ആൻഡ് മാസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ഡയമണ്ട്സ് ഓഫ് സെയിം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒമേഗ സെയിം ആണ്. ദ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നാണ്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½I⍵² ആണ്. ഇവിടെ ഒമേഗ സെയിം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യക്ക് പ്രൊപ്പോർഷനാണ്. എബൌട്ട് ദെയർ ഡയമീറ്റേഴ്സ് ആണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ റിങ്ങിൻ്റെ കേസിലും ഡിസ്കിൻ്റെ കേസിലും, റിങ്ങിൻ്റെ കേസിൽ ഡയമീറ്ററിൻ്റെ അബൌട്ട് ആണെങ്കിൽ നമുക്കറിയാം mr²/2ഉം, ഡിസ്കിൻ്റെ കേസിൽ ഡയമീറ്റർ ആണെങ്കിൽ mr²/4ഉമാണ്. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. ഇപ്പം കൈനറ്റിക് എനർജി ടു റിങ് ബൈ കൈനറ്റിക് എനർജി ടു ഡിസ്ക് എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഡിസ്കിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ mr²/2/mr²/4 എന്ന് വരും. ഇത് വെട്ടിക്കളയുമ്പോൾ 4/2 എന്നാകും, അല്ലെങ്കിൽ 2/1, അല്ലെങ്കിൽ 2:1 എന്ന് വരും. 2:1 ആണ് അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. XY coordinates of the particles of masses m, 2m and 3m are respectively 0, 0, 1, 0 and -2, 0. The x coordinate of the center of mass. നിങ്ങൾക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് XCOM എഴുതണമെങ്കിൽ m1x1 പ്ലസ് ഇവിടെ 3 പേരാണ് കാണിച്ചിരിക്കുന്നത് m2x2 പ്ലസ് m3x3 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് m1 നോക്കാം. m1 m ആണ്. ആദ്യത്തേത് 0 ആണ്, x 0, പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 2m ആണ്, അതിൻ്റെ x എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് m3 എന്ന് പറഞ്ഞാൽ 3m ആണ്, അതിൻ്റെ x എന്ന് പറഞ്ഞാൽ -2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2m പ്ലസ് 3m 5m 6m വരും. 2mൽ നിന്നും 6m പോയാൽ -4m/6m -2/3 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ്, 2/3 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് r ആൻഡ് ലെങ്ത് L അബൌട്ട് ഇസ് ലോങ് ആക്സിസ് ഓഫ് സിമെട്രി എന്നാണ് ചോദ്യം. നമുക്കറിയാം റേഡിയസ് ഓഫ് ഗൈറേഷൻ I = mk² അല്ലെങ്കിൽ k = √I/m എന്നാണ്. സിലിണ്ടറിൻ്റെ ലോങ് ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ 1/2 mr² ആണ് m എന്ന് വരും. അപ്പോൾ √r²/2 അല്ലെങ്കിൽ r/√2 ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം അവിടെ ആംഗുലാർ മൊമെൻറ്റ്, നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ് ശരിക്കും പറയുന്നത്. ആംഗുലാർ മൊമെൻറ്റ് ഈസ് നോട്ട് കൺസേർവ്ഡ്, അത് തെറ്റാണ്. ആംഗുലാർ മൊമെൻറ്റ് ഈസ് കൺസേർവ്ഡ് എന്നാണ്.
റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നിങ്ങൾക്കറിയാം, ബാക്കിയെല്ലാം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ KE ഈസ് ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നാണ്. അതായത് അത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് പ്രപ്പോർഷണൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്നല്ല, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓരോന്നിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് അനുസരിച്ച് കൈനറ്റിക് എനർജി മാറിക്കൊണ്ടിരിക്കും. കാരണം അവിടെ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിക്ക് പ്രപ്പോർഷണലായിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരണം. അത് വേണം എന്ത് ചെയ്യാൻ പറയാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഇഫ് T be the time period of a planet around the sun and D is its mean distance from the sun, then according to Kepler's third law. Kepler's third law പറയുന്ന T സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രപ്പോർഷണൽ എന്നാണ്. അപ്പം മീൻ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ എന്ന് പറയുമ്പോൾ പ്രപ്പോർഷണൽ ടു D ക്യൂബ് എന്ന് എഴുതാം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എർത്ത് ഷ്രിങ്സ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സൈസ്. എർത്തിൻ്റെ മാസ് എമ്മും റേഡിയസ് 6ഉമായിരുന്നു. മാസ് പകുതിയായെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, റേഡിയസ് ഷ്രിങ്ക് ചെയ്ത് പകുതിയായെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ Gm/r² ആണ്. അപ്പോൾ ഇപ്പോൾ എത്രയാണെന്നാണ് ചോദ്യം. അപ്പം G × m/2/r² എന്ന് പറഞ്ഞാൽ r²/4 എന്ന് വരും. അപ്പോൾ 4ഉം 2ഉം വെട്ടി 2 വരും. 2 ഏറ്റവും മുകളിലേക്ക് പോകും. 2 × Gm/r² എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു 2G എന്ന് വരും. ഓപ്ഷൻ സി അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ 2G ഈസ് റൈറ്റ് ആൻസർ. രണ്ട് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ഈച്ച് ഓഫ് റേഡിയസ് are kept in contact with each other, then the force of attraction with the two spheres F is proportional to 1/r² എന്നാണ്. അല്ലെങ്കിൽ F proportional to r⁻² ആയിരിക്കും വരിക. സോ r⁻² എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, വിസ്കോസിറ്റി എന്നാൽ അപ്പം തന്നെ മനസ്സിലാക്കണം. വിസ്കോസിറ്റിയിൽ ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി എന്ന് ഒഴുകാനുള്ള റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി. ടെമ്പറേച്ചറുടെ മോളിക്യൂൾസിന് കൂടുതൽ മൂവ്മെൻറ്റ് ഫ്രീഡം ആണ്. അപ്പോൾ വിസ്കോസിറ്റി ഉറപ്പായിട്ടും കുറയും. സർഫസ് ടെൻഷൻ്റെ കേസും അത് തന്നെയാണ്. മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കിട്ടും. അഡ്ഹെസീവ് ഫോഴ്സ്, കോസീവ് ഫോഴ്സുകളൊക്കെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും കുറയുമെന്ന് വേണം പറയാൻ. ഓപ്ഷൻ ഇ ആണ്. ബോത്ത് ദ സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസ് എന്ന് വേണം പറയാൻ. The true statement is Young's modulus of air depends on its length. No, അതൊരു മെറ്റീരിയൽ സ്പെസിഫിക് ആണ് Young's modulus. Young's modulusൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ഫോഴ്സ് ബൈ ഏരിയ. ദാറ്റ് ഈസ് Nm/m² ആണ് Young's modulus യൂണിറ്റ്. അപ്പോൾ അതും തെറ്റാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ദാറ്റ് ഓഫ് ഫോഴ്സ്. അല്ല, സ്ട്രെസ്സും ഫോഴ്സും സെയിം അല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ശരി. യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് kg/m². നോ, സ്ട്രെയിന് യൂണിറ്റ് ഇല്ല ശരിക്കും. ഓക്കെ, കംപ്രസിബിലിറ്റി ഈസ് ദ അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന പേരാണ് ശരിക്കും കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിച്ച് കാണുമെന്ന് എനിക്കറിയാം, പഠിക്കണം പഠിച്ചില്ലെങ്കിൽ. When a body is strained, energy per unit volume. Energy per unit volume നമ്മൾ ജനറലി ഹാഫ് y × സ്ട്രെയിൻ സ്ക്വയർ എന്ന് എഴുതാം. പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. സ്ട്രെയിനെ എനിക്ക് എഴുതാം, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ എനിക്ക് സ്ട്രെയിനിനെ എഴുതാം സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ഹാഫ് × y × സ്ട്രെസ് സ്ക്വയർ ബൈ യങ്സ് മോഡുലസിൻ്റെ സ്ക്വയർ. ഓക്കെ, ഈ ഓപ്ഷൻ എനിക്ക് പറ്റത്തില്ല, കാരണം അവിടെ ഹാഫ് ഇല്ല. അതുകൊണ്ടാണ് അത് വെട്ടിക്കളഞ്ഞത്. ബാക്കിയെല്ലാം സ്ട്രെയിൻ്റെയും സ്ട്രെസ്സിൻ്റെയും മിസ്സില്ല. അതുകൊണ്ട് അതിലേക്ക് ആക്കുക. അപ്പോൾ ഒരു വൈയും വെട്ടിപ്പോകും. സ്ട്രെസ് സ്ക്വയർ ബൈ 2y എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഡയറക്റ്റ് ചോദ്യമാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ A പ്രപ്പോർഷണൽ 1/v അല്ലെങ്കിൽ AV = a കോൺസ്റ്റൻ്റ് എന്നും A1V1 = A2V2 എന്നൊക്കെ എഴുതി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ AV എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻ്റ്. ഏതാണ് കോൺസ്റ്റൻ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കോൺസ്റ്റൻ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ കോൺസ്റ്റൻ്റ്, മറക്കരുത്. അടുത്ത് നോക്കാൻ, 2 thermally insulated identical vessels A and B are connected through a stopcock. A constant gas at STP and B is completely evacuated. B evacuated ആണ്, ബൈ എയിൽ ഗ്യാസ് ഉണ്ട്. സ്റ്റോപ്പ് കോക്ക് ഈസ് സഡൻലി ഓപ്പൺഡ്. സ്റ്റോപ്പ് കോക്ക് ഓപ്പൺ ചെയ്ത് അപ്പുറത്ത് ഇവാക്യുവേറ്റഡ് ആണ്. തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളായിരുന്നു. അപ്പം ആ ഗ്യാസ് അവിടെ ഫ്രീ എക്സ്പാൻഷനാണ് നടക്കുക. ഫ്രീ എക്സ്പാൻഷനിൽ ഇൻറ്റേർണൽ എനർജി എന്താണ്, മാറുമോ? ഇൻറ്റേർണൽ എനർജി മാറില്ല, ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. സോ ടെമ്പറേച്ചർ ആൻഡ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ് റിമെയിൻസ് ദ സെയിം. ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, എ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. ഹീറ്റ് ഫ്ലോ ചെയ്തില്ലെങ്കിൽ അഡയബാറ്റിക് ആണ്. തിരിച്ച് അതേ സ്ഥലത്ത് നിന്നുണ്ടെങ്കിൽ അത് സൈക്ലിക് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോകോറിക് പ്രോസസ്സാണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സാണ്. ശരി, ഓക്കെ. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് സെറ്റ്, രണ്ട് രീതിയിലാണ്. സോഴ്സിൻ്റെയാണ് തന്നിരിക്കുന്നത്. സോഴ്സ് ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത് T1 400 Kelvin. അവിടെ സിങ്കിൻ്റെ ടെമ്പറേച്ചർ T തന്നെയാണെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 25%. അവർ പറയുന്നത് സിങ്ക് ടെമ്പറേച്ചർ മാറ്റമൊന്നുമില്ല, T തന്നെ. സോഴ്സ് ടെമ്പറേച്ചർ എത്രയാക്കണം സച്ച് ദാറ്റ് എഫിഷ്യൻസി 50% ആകണം. നമുക്കറിയാം കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ η = 1 - T2/T1 ആണ്. -T2/T1 ആണ്. ആണോ?
ആണോ 1 - T2/T1 ആണോ? ഉറപ്പായിട്ട് 1 - T2/T1 ആണ്. അപ്പോൾ ഇവരിവിടെ ആക്ച്വലി ആദ്യത്തെ കേസിൽ T1ഉം E2 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് T കണ്ടുപിടിക്കാം. ആ T ഇപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇവിടെ T2, ദാറ്റ് ഈസ് ഇവിടുത്തെ ടെമ്പറേച്ചറായ T1 എന്ന് വിളിക്കാം. കൺഫ്യൂഷൻ ആക്കണ്ട, T1 എന്ന് വിളിക്കാം. T1 എന്ന് വിളിക്കാം. അത് കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ആദ്യത്തിൽ 25/100 എന്നാണ്. 25/100 എന്ന് പറഞ്ഞാൽ 1/4 ആണ്, കാലാണ്. കാല് ഈസ് ഈക്വൽ ടു 25/100 ഈസ് ഈക്വൽ ടു 1 - T2 എന്ന് പറഞ്ഞാൽ സിങ്ക് ടെമ്പറേച്ചറാണ്, അതെനിക്കറിയത്തില്ല. T/400 എന്ന് വരും. സോ എനിക്ക് T/400 കണ്ടുപിടിക്കണം. അപ്പോൾ 1 - 1/4 എന്ന് വരും, അതായത് 3/4 എന്ന് വരും. 4 വെട്ടി 100 എന്ന് വരും. സോ T ഈസ് ഈക്വൽ ടു 300 കെൽവിൻ എന്ന് വരും. ആ T എനിക്കിവിടെ കിട്ടി 300 കെൽവിൻ. ഇതിനി പഴയ അടുത്ത ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1ൽ 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 ഈസ് ഈക്വൽ ടു 1 - T2 ഇപ്പോൾ നമുക്ക് കിട്ടി 300/T1 ആ T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തിരിച്ചെഴുതിക്കോ, 300/T1 ഈസ് ഈക്വൽ ടു അര എന്ന് കിട്ടും. അല്ലെങ്കിൽ T1 ഈസ് ഈക്വൽ ടു 300 × 2 ഈസ് ഈക്വൽ ടു 600 കെൽവിൻ എന്ന് കിട്ടും. 600 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ശരി, സമ്മതിച്ചു. ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ദാറ്റ് ഇൻക്രീസസ് ദ ഇന്റർണൽ എനർജി ഓഫ് ദ ഗ്യാസസ്. അതായത് മൊത്തം ഞാൻ ഹീറ്റ് കൊടുത്തു, അതിൽ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചു. അപ്പോൾ എത്രയാണ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ റേഷ്യോ ആണ്. ആക്ച്വലി നേരത്തെ പോലെ തന്നെ മൊത്തത്തിലെ ഇൻറ്റേർണൽ എനർജിയിൽ, ദാറ്റ് ഈസ് ടോട്ടൽ ഹീറ്റിൽ എത്ര ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നിങ്ങൾക്കറിയാം, NCV∆T എന്ന് എഴുതാറ്. ഇതെന്ന് പറഞ്ഞാൽ NCP∆T എന്നാണ് എഴുതാറ്. എല്ലാം ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ്, സെയിം ഗ്യാസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി CV/CP ആണ്. എന്ന് വെച്ചാൽ ഗാമയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് ആയതുകൊണ്ട് തന്നെ 1/7/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ 5/7 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ശരി, ഓക്കെ. ദ റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജി വാല്യൂസ് ഓഫ് 4 gram ഓഫ് ഹൈഡ്രജൻ ടു 7 gram ഓഫ് നൈട്രജൻ. അപ്പം ഇത്ര മോൾസ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ജനറലി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1/2 ഇൻറ്റു FRT, ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അതിനർത്ഥം ഇവിടെ രണ്ടും ഡയറ്റോമിക് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും R ഉം T എല്ലാം സെയിം ആണ്, സെയിം ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് മോൾസുമായിട്ടാണ് ബന്ധം. അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ആരാ ചോദിച്ചിരിക്കുന്നത്, ഹൈഡ്രജനും ബൈ ആരാ ചോദിച്ചിരിക്കുന്നത്, നൈട്രജനുമാണ്. സോ നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണം, ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എടുത്താൽ മതി, ആൻസർ കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 4 gram ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പം ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, അത് 4/2 ആണ്. മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ 2 ആണ്. അടുത്ത നൈട്രജൻ 7 gram ആണ്. മോളിക്കുലാർ മാസ് 28 അല്ലേ, 14 28 ആണ്. തിരിച്ചിടുമ്പോൾ 4/2 ഇൻറ്റു 28/7 എന്ന് കിട്ടും. 28 7 4 ആണ്. 16/2 എന്ന് കിട്ടും. ഉത്തരം 14/2 എന്ന് പറഞ്ഞാൽ 8:1 ആണ് വരേണ്ടത്. ഓ മൈ ഗോഡ്, അവിടെ ആൻസർ ഇല്ല. അപ്പം 8:1 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അവിടെ ഓപ്ഷൻ ഇല്ല, തെറ്റാണ്. ഓക്കെ, അടുത്ത പ്ലാനറ്റ് വിത്ത് റേഡിയസ് R ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G വിൽ ഹാവ് അറ്റ്മോസ്ഫിയർ ഓൺലി ഇഫ് RMS സ്പീഡ് ഓഫ് എയർ. നമുക്കറിയാം, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ്കേപ്പ് വെലോസിറ്റിയിൽ ഓവർകം ചെയ്തു പോയാൽ ശരിക്കും പറഞ്ഞാൽ അതിന് എന്തില്ല എന്ന് പറയാം, അതിന് അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറയാം. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾക്കറിയാം √2gr എന്നറിയാം. √2 ഇൻറ്റു √gr എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.414 ഇൻറ്റു gr എന്ന് എഴുതാം. ആൻസർ നിങ്ങൾക്കറിയാം, കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. The ratio of the acceleration due to gravity on the surface of Earth to that on the surface of the Moon is 60:1. The ratio of the period of a simple pendulum, നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം 1/2 2.√L/g ആണ്. അപ്പോൾ 1/√g പ്രപ്പോർഷണൽ ആണ്. അപ്പം T ഓഫ് എർത്ത് ടു T ഓഫ് മൂൺ ആണ് ചോദ്യം. അപ്പോൾ എനിക്ക് എഴുതാം, തിരിച്ചു വരുമ്പോൾ ഗ്രാവിറ്റേഷണൽ ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് എന്ന് വരും. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അപ്പോൾ നേരെ തിരിച്ചായിരിക്കും വരിക. GE/GM 1/6/1 ആണെങ്കിൽ ഇത് 1/6 എന്ന് കിട്ടും. സോ TE/TM എന്ന് പറഞ്ഞാൽ √1/6 ആണ്. √1/6 എന്ന് പറഞ്ഞാൽ 1:√6 ആണ് കറക്റ്റ് ആൻസർ. ദ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്, അതായത് ഇക്വേഷൻ വന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും ω/k എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഒമേഗ എന്ന് പറഞ്ഞാൽ Tയുടെ കോഎഫിഷ്യൻ ആണ്, അത് π/2 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ ആണ്, അത് π/3 ആണ്. അപ്പോൾ 3/2 എന്ന് വരും. ആൻസർ 1.5 ആണ്. The kinetic energy of a particle of mass executing linear simple harmonic motion with angular velocity omega and amplitude a is, അവിടെ ഹാഫ് അല്ല കേട്ടോ, അത് 1/4 ആണ്, തെറ്റിക്കല്ലോ. 1/4 ma² ആണ്. ഏതോ ഒരു ഡിസ്റ്റൻസിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം.
കൈനറ്റിക് എനർജിയുടെ ജനറൽ ഫോമിൽ എന്താ ഹാഫ് എം വി സ്ക്വയർ. ഓസിലേഷൻ്റെ കേസിൽ വിയുടെ വാല്യൂ എത്രയാണ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ജനറൽ ഫോമുല. ആ സമയത്തെ വാല്യൂ ആണ് അവിടെ തന്നിരിക്കുന്നത്. അതെനിക്ക് ഇക്വേറ്റ് ചെയ്യാം 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന്. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ എമ്മും ഒമേഗ സ്ക്വയറും 4ഉം 2ഉം വെട്ടി 1/2. എ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓർ എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. എ ബൈ റൂട്ട് 2 ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പരീക്ഷ പോയി എഴുതുക. താങ്ക് യു. ബൈ ബൈ.